ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തിന്റെ കൂട്ടായ തീരുമാനമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ സമർപ്പിക്കും. രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. Sri B. Sudarshan Reddy Garu is one of the India's most distinguished and progressive jurists. ഉപരാഷ്ട്രപതി പത്രിക സമർപ്പണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ നിന്നുള്ള NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് ബദലായി മുൻ ISRO ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരയുടെയും തുഷാർ ഗാന്ധിയുടെയും പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ TDP MPമാരുടെ പിന്തുണ കൂടി മുന്നിൽ കണ്ടാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റിട്ടയർഡ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി എന്ന പേരിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത്. 2 വട്ടം ചർച്ചകൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായി. അങ്ങനെയുള്ള ചർച്ചയിലൂടെ എത്തിച്ചേർന്ന സർവസമ്മതമായ പേരാണ് സുദർശൻ റെഡ്ഡിയുടേത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായും പിന്നീട് ജഡ്ജിയായി സുദർശൻ റെഡ്ഡി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്നു ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പ്രധാനമന്ത്രി അനുമോദിച്ചു. മീഡിയ 1 ഡൽഹി.